ഒരു റിയാക്ഷൻ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ എനിക്കിന്ന് തോന്നി പറയണമെന്ന്, അതുകൊണ്ട് ചെയ്യുന്ന വീഡിയോ ആണ്. പിന്നെ ഒരു യൂട്യൂബറിനെ ഫോക്കസ് ചെയ്ത് ഒരു യൂട്യൂബറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു തമ്പനിയിലൊക്കെ വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കല്യാണി എന്ന് പറയുന്ന യൂട്യൂബറിനെ പറ്റിയിട്ട്, മൈ വേ ബൈ കല്യാണി. അപ്പം ആ ഒരു ചേച്ചിയുടെ യൂട്യൂബിൽ പ്രൊമോഷൻസിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം, ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. അപ്പോൾ 2 വീഡിയോ ടോട്ടലി ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ കണ്ണിൽപ്പെട്ട 2 വീഡിയോസാണ്. കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ 2 വീഡിയോയിലും തമ്പനയിൽ വെച്ചേക്കുന്നത് ഈ കല്യാണി ചേച്ചിയുടെ ഫോട്ടോയും അതുപോലെ അവർ ചെയ്ത പ്രൊമോഷൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് തമ്പനയിൽ വെച്ചിട്ടുള്ളത്. ഉള്ളിൽ പറയുന്ന കാര്യങ്ങൾ പ്രൊമോഷൻസിനെ പറ്റിയിട്ടുമാണ്. ഫോക്കസ് ചെയ്തേക്കുന്നത് പുറത്ത് വെച്ചേക്കുന്നത് വേറൊരാളുടെ കാര്യം. എൻ്റെ ഒരു സംശയം അതാണ്, ഈ ഒരൊറ്റ ആൾ മാത്രമാണോ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നത് ഒരൊറ്റ യൂട്യൂബർ മാത്രമാണോ? അപ്പം ഞാൻ ഷോർട്സ് ഇങ്ങനെ കാണും. ഷോർട്സ് കണ്ടപ്പം അതിലൊരു 10 ഷോർട്സ് കണ്ടെങ്കിൽ അതിലൊരു 8 ഷോർട്സും പ്രൊമോഷൻ വീഡിയോസാണ്. അതായത് അവർ യൂസ് ചെയ്തോ ഇല്ലയെന്നൊന്നും അറിയില്ല, പക്ഷെ അവർ പറയുന്നത് ഇത് നല്ല സാധനമാണ്, ഇത് യൂസ് ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇത് യൂസ് ചെയ്താൽ അങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങനെ പറയുന്നുണ്ട്. അതും പ്രൊമോഷനാണ്. അതെന്തുകൊണ്ട് ആരും റിയാക്ട് ചെയ്യുന്നില്ല? അതെന്തുകൊണ്ട് തമ്പനിയിൽ വെച്ച് ചെയ്യുന്നില്ല? ഓക്കെ, എനിക്കതാണ് സംശയം. പ്രൊമോഷൻസിനെ എല്ലാം എന്ന് വെച്ചാൽ പ്രൊമോട്ട് ചെയ്യുന്ന കുറേ പേരെ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചില കാര്യങ്ങൾ. പക്ഷേ ഇപ്പം ഞാൻ കണ്ട വീഡിയോസിലെല്ലാം ഈ ഫോക്കസ് ചെയ്ത് ഒരാളെ പ്രൊമോഷൻസിൻ്റെ പേരിൽ ഫോക്കസ് ചെയ്ത് കുറ്റമല്ല, ചിലപ്പോൾ അവർക്ക് തോന്നിയ കാര്യമായിരിക്കും, ഫോക്കസ് ചെയ്ത് പറയുമ്പോൾ അത് അവരുടെ ആ ഒരു മൈൻഡിനെ എന്തുമാത്രം തളർത്തും. ഒരാളെ മാത്രം പറയുമ്പോഴേ, കാരണം ഇത്രയും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്, അവരാരെയും നമ്മൾ പറയുന്നില്ല. ഒരൊറ്റ ആളെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് പറയുമ്പോൾ അതൊരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാക്കും. അതായത് കല്യാണി പറയുന്ന പ്രോഡക്ട്സ് മാത്രമാണ് മോശം, ബാക്കി എല്ലാവരും പറയുന്ന പ്രോഡക്ട്സൊക്കെ നല്ലതാണോ? അവർ ചെയ്തിട്ടാണോ പറയുന്നത്? അല്ല, എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പ്രൊമോഷൻസ് ചെയ്യുന്നത്.